ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബേബി ഇൻ യെല്ലോന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ അതിന്റെ അവസാനം നമ്മളെ ബേബി എങ്ങോട്ടോ മേളിലോട്ട് അങ്ങ് ആവാഹിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിന്റെ തുടക്കം എങ്ങനെയായിരിക്കും എന്നറിയില്ല. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഒരു എലവേറ്ററും അപ്പാർട്ട്മെൻ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് 10 കയറാനാണ്. ഓ ഗൈസ്, എൻ്റെ മോനെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അങ്ങ് അടിച്ച് പറക്കിയായിരുന്നല്ലോ. ബേബി വേറെ എന്തൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം നശിപ്പിച്ചായിരുന്നു. അതിൻ്റെ കളറായിരിക്കും ഇത്. വേർ ഈസ് ദി ബേബി? ബേബി എവിടെയാന്നാണ് ചോദിക്കുന്നത്. ബേബി എവിടെയാണ് ബേബി? ഇവിടെ എങ്ങും ഇല്ല. മേളിൽ പോയി നോക്കാം, അവന്റെ റൂമിലുണ്ടാവും. എന്തോ ഒരു ഒച്ചയായിരുന്നു. ആ ബേബി എന്തോ പറയുന്നതാണെന്ന് തോന്നുന്നു. ഹലോ. അതെ ഗൈസ്, കഴിഞ്ഞ ഗെയിമിന്റെ ബാക്കിയാണ്. ഒരു റാബിറ്റ് ഇറങ്ങി വന്നല്ല. എന്താവനെ റാബിറ്റിന്റെ കൂടെ പോവാനാന്ന് പറയുന്നത്. ഇവിടെ ഇരിപ്പുണ്ട്. ആ ചെറുക്കൻ റാബിറ്റിനെ ശരിക്കും പണിതെന്ന് തോന്നുന്നു. ചെവിയുടെ അവിടുത്തെ പൂടയൊക്കെ പുറത്ത് കിടപ്പുണ്ട്. സോറി ഗൈസ്, പൂടയല്ല, പഞ്ഞി. ഓക്കെ, ഇവിടുന്നാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട്. ചെറുക്കിട്ടുണ്ട്. ചെറുക്കന്റെ പണി തുടങ്ങി. തമിഴ് പൊടിയേ. റാബിറ്റിനെ ശരിക്കും ഉപദ്രവിച്ചെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഫോളോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫോളോ അതെ. വെച്ച് പൂട്ടി. ചെറുക്കനാണ് കേസ്. ചെറുക്ക ഇച്ചിരി സീനാണ്. അറിയാലോ, കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനത്തെ ഓരോരോ തല്ലുകൾ തരം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുക്കനെ പിടിക്കാനാണ് പറയുന്നത്. ഒരു പേപ്പർ ഉണ്ട്. ഇതെന്താ? പിയാനോ മ്യൂസിക്. അവിടെ ഒരു പിയാനോ ഉണ്ട്. ഇത് അവിടെ കൊണ്ട് വെച്ച് നോക്കാം. ഇതാണ് ഗൈസ്, അത് തന്നെ. ഇനി അതിൻ്റെ 2 ഷീറ്റും കൂടെ കിട്ടണം എന്നാണ് പറയുന്നത്. അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞു കിട്ടി. ചെറുക്കല്ലായിരിക്കുന്നേ. ചെറുക്കനെ പോയി പിടിക്കാം. കീയാടാ. ഇവൻ ഭയങ്കരനാണ്. അടുത്ത പേപ്പർ കിട്ടി. ഇതുകൂടെ അങ്ങോട്ട് എടുത്ത് വായിക്കാം. പ്ലേ പിയാനോ. ഇരിക്കുന്നാണ്ടില്ലേ? കമത്തി അടിച്ച് ഗൈസ്. ഞാനായിരുന്നെങ്കിൽ അവനെടുത്ത് എറിഞ്ഞാന്. പുതിയ സ്വിച്ചും ഡോറും ഒക്കെ തുറന്നു വന്നിട്ടുണ്ട്. എന്താന്നറിയില്ല. പ്രകാശമൊക്കെ അടിക്കുന്നു. സന്ധ്യാസമയം എന്നാണ് തോന്നുന്നത്. നീഡ് ടു ബ്രേക്ക് ത്രൂ. എന്തോ അടിച്ചു പൊട്ടിക്കാനായിട്ട് എന്തോ സാധനം വേണം എന്നാണ് പറയുന്നത്. ചുട്ടിക്ക് ഇരിക്കുന്നുണ്ട്. വെച്ചടിച്ചു.
പറ്റുന്ന പിടിച്ച് വലിക്കണം. മ്യൂസിക് പ്ലെയറിലോട്ട് വെക്കാനായിരിക്കും. നമുക്ക് പോയി വെക്കാം. അപ്പൊ എന്താണ് വല്ല കീയോ മറ്റോ തരൂ. റെക്കോർഡർ കീട്ടി കൊട ഇറക്കാവും കാര്യമില്ല. ഇതുകൊണ്ട് പെട്ടെന്ന് പോയി തുറക്കാം. എക്സിറ്റാ പവറില്ല ഈ വഴി പോകുന്നു. ഓക്കെ, അതേ റാബിറ്റിന്റെ കാൽപ്പാട് കാണാറുണ്ട്. ചെറുക്കിരിക്കുന്നു. റാബിറ്റിന് പറ എന്താ നോക്കണേ. ഒന്നുമില്ല ഗൈസ്, ചെറുക്കിച്ചൊരു സീന. നമുക്കപ്പ ആ ഭാഗത്തോട്ട് ഇപ്പൊ പോകണ്ട. എന്താ 43 എവിടെയുള്ള കോഡാണ് ഗൈസ്. ഇത് ഫ്യൂസിന്റെ സംഭവം. ഇത് വെച്ചാല് എലവേറ്റർ വർക്ക് ചെയ്യുന്നു ഗൈസ്. 2 ഫ്യൂസിന്റെ പെട്ടിണ്ടായി. ഇവിടെ നീല, ഇവിടെ പിങ്ക്. ഫ്യൂസിന്റെ സോളിരിക്കും. നീല ഫ്യൂസ് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. പിങ്ക് ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന് കോയിൻ വേണം. ഗൈസ് കോഡ് അടിക്കേണ്ട സ്ഥലം കിട്ടി. 43 അല്ല ഗൈസ്, എൻ്റെ 43. ബാക്കി അറിയില്ല ഗൈസ്. ബാക്കി ഇതൊക്കെ തുറന്നിട്ടുണ്ടോ. പൈസ ഇരിപ്പുണ്ട്. നമുക്ക് ആ പൈസ ഇട്ടാ സംഭവം എടുക്കാം ഗൈസ്. 43 17 17 എവിടെ തുറന്ന് ഗൈസ്. തുറന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൈസ എടുത്ത് എടുക്കാം. C2 ഫ്യൂസ്, പിക്കപ്പ് ഫ്യൂസ്. ഇതിനെ ചെറുക്കം വന്ന് പൊട്ടിക്കുന്ന ഇവനെടുത്ത് കളഞ്ഞാലാ ആ വെന്റി കൂടി ഇട്ട് ഇവനെടുത്ത് കളയാ. കൊല്ലണ ഇവനൊക്കെ. ഇവിടെ ഇപ്പൊ വെന്റ് മാത്രമേ ഉള്ളു. നമുക്കിനി ഫ്യൂസ് ഇട്ട് നോക്കാം. ഇനി ആ ചെറുക്കം വീണ്ടും വരുമോന്നറിയില്ല. വന്ന് ലിവർ പിടിച്ച് വലിക്കാനാണ് പറയുന്നത്. ഓക്കേ, എല്ലാം ശരിയായി. ചെയ്സ് അല്ലായിരിക്കും. ചെയ്സാണോ? ഡോണ്ട് ലീവ് മീ. മറ്റേ പഴയ നേരത്തെ വീട്ടിൽ കണ്ട ഗ്രാഫിക്സ് ഒക്കെ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. കൊല്ലം ചാറ് കീ താഴെ പോയി ഗൈസ്.
കിട്ടി കിട്ടി. നമുക്ക് നേരെ ഭംഗിയാണ്. സോഡ ചേർക്കാം. ഓക്കെ, ഇതാ എക്സിറ്റ് എന്ന് പറഞ്ഞ അടുത്ത ഇത് തുടങ്ങിയിട്ടുണ്ട്. റാബിറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഫ്രിഡ്ജ് എന്നാണ് പറയുന്നത്. എന്താ അവിടെ ഒരു കീ ഇരിക്കണം. ചിലപ്പോ ഈ കീയും കൊണ്ട് മേളിൽ പോകാനാണെങ്കിലോ, മേളിലൊന്ന് പോയി നോക്കാം. ഇവിടെ അവിടെ ഒരു വേറെ എലവേറ്റർ ഉണ്ട് ഗൈസ്. അവിടെ വേറെ കീയും വേണം. നമുക്ക് ഈ കീ എറിഞ്ഞിട്ട് എലവേറ്ററിൽ കൂടെ മേളിൽ പോവാം. എന്താ ഉണ്ടാവണേന്ന് നോക്കാല. കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടുത്തെ കീ ഇത് മാറിപ്പോയി ഗൈസ്. ഇത് അക്ഷീണം വേണ്ട, മാറിപ്പോയി ഗൈസ്. ഇത് കീയൊക്കെ ഒടിഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതേ ഗൈസ് ഈ ഡോറ് തുറക്കാൻ പറ്റണ്ട. ഈ കീ എടുക്കാം, എന്നിട്ട് ഇത് തുറക്കാം. അത് ചെറുക്കുന്നുണ്ട്. ഇവിടെയാണ് ഗൈസ് മറ്റേ കീയുടെ സംഭവം. നമുക്കപ്പം മറ്റേ സ്ഥലത്തു നിന്ന്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് ആ കീ എടുത്തോണ്ട് വരാം. അല്ല ഗൈസ്, നമ്മളിപ്പോ ഇവിടെ തുറന്നില്ല, അപ്പൊ അവിടെയും തുറക്കില്ലേ? അങ്ങനെയാണ് അവിടുന്ന് അങ്ങ് ചെയ്യാലോ. നമുക്കൊന്ന് നോക്കാം, അങ്ങനെ തുറന്നിട്ടുണ്ടോ നോക്കാം. അതെ ഗൈസ്, തുറന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ തുറന്ന് നമുക്ക് മേളിലോട്ട് അങ്ങ് പോവാം. അയ്യോ, പൊക്കോ കൊറേ ഉണ്ടല്ലോ ഗൈസ്. എന്തോ വരാനുണ്ട്. ഇവിടെ എത്തി. ഏതോ സ്ഥലമാണെന്ന് അറിയില്ല. ഹീസ് ടയേർഡ് പോയി, എടുക്കണ്ടെന്നായിരിക്കും. ബോംബാ ചെറുക്കനെ എയറിലാണ് കേസ്. പറത്തിങ് വിടുക. നോക്കണ്ടായിട്ട് ഇതുവഴി അങ്ങ് പോവാം. ഇവിടെ എത്തി കേസ്. വേറെന്തോ സ്ഥലമാണ്. ലൂപ്പാണോ? തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തി. ഇല്ല കേസ്, മാറ്റമുണ്ട്. എന്താണ്? ടി വി നോക്കാൻ പാടില്ല കേസ്. ടി വി നോക്കാൻ പാടില്ല, നോക്കിയാ ചാവും. അയ്യോ, ടി വി നോക്കിയ അപ്പ ചാവും. പോവാം ഗൈസ്. ഇത് കൊള്ളാം. ചേട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ എത്തി ഗൈസ്. അയ്യോ, ഇവിടെ മാറ്റമുണ്ട്. ത്രോണിട്ടാണ് രാജ ഇതിലാണ് ഇരിക്കുന്നത്. അതേ കേസ്, വഴി കറക്റ്റാണ്. എക്സിറ്റ്. പക്ഷെ ഈ ചെറുക്കൻ ഇത് ആ സ്ഥലം തിരിച്ചു വെക്കണമെന്ന് തിരിച്ചങ്ങെടുത്തു. പോകാൻ പറ്റണ്ട. നമ്മളെ താഴത്തിട്ട് ചേക്കുന്നുണ്ട്. നല്ല
ഇതുവഴിയാണ് ഗൈസ്. ഓക്കെ, അത് കൂട്ടി അപ്പൊ തിരിച്ചോ തന്നെ എന്തൊക്കെ പറയണ്ട് ഗൈസ്, എന്താന്നറിയില്ല. ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ഇത് മറ്റേ റാബിറ്റിന്റെ കഥ ഗൈസ്, റാബിറ്റിന്റെ കഥയാണ് ആ പറഞ്ഞോണ്ടിരിക്കണേ. നമ്മളെ കഴിഞ്ഞ ഗെയിമിൽ അവസാനം അവര് പറയുന്നുണ്ടായിരുന്നു ഇനി ചെറുക്കന്റെ റൂമിലെത്തി. Stop it. Get some help. പോകാൻ പറ്റുന്നില്ല. ബേബി ടു ബെഡ് എന്നാണ് പറയുന്നത്. ബെഡിലിട്ടാ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കൊക്കെ താഴ്ത്തോട്ട് തിരിഞ്ഞ കേസ്. അത്തായിരുന്നു കേസായി. ഈ താഴ്ത്തൂടെ വഴി പോയിരുന്നു. അത് അത്തായിരുന്നു. എനിക്കറിയാം കഴിഞ്ഞ ബെഡിലോട്ട് ഇട്ടപ്പോ അത് ശരിയായില്ലായിരുന്നു. ആ ലൂപ്പ് വീണ്ടും വന്നു. ഈ പ്രാവശ്യം ശരി. ഇവിടെ എന്തോ ഒരു ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതാരാ? നമ്മൾ വേറെ എന്തോ സ്ട്രേഞ്ച് സിമ്പിൾ. 0 നടുക്ക് വരാം. അതെ, ഇതാണ് 0 നടുക്ക് വരാ. ഐ വിൽ ഫൈൻഡ് യു എന്നാണ് പറഞ്ഞത്. വഴി അറിയില്ല. ഞാൻ വേറെ ഏതോ വഴി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഓക്കെ, ഫൈൻഡ് എ വേ ഔട്ടെന്നാണ് പറയുന്നത്. പുറത്തെത്തിയെന്ന് തോന്നുന്നു. അയ്യോ ഇല്ലേ, റാബിറ്റും ഉണ്ട്. റാബിറ്റ് വരുന്ന വഴി കൂടെ പോകും. കഴിഞ്ഞ കേസ് എക്സിറ്റ് ആയി. റൺ ലിറ്റിൽ റാബിറ്റ്, യു ആർ നോട്ട് ദി ഓൺലി വൺ, ദെയർ വിൽ ബി ഓൾവേസ് ബി മോർ. റാബിറ്റ് മാത്രല്ല, ഇനി വേറെ ആൾക്കാരും കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായി, കഴിഞ്ഞോ? ഓക്കെ ഗൈസ്, കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മുടെ ബേബി ഇൻ യെല്ലോയുടെ പാർട്ട് 2 കഴിഞ്ഞു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുന്ന. അപ്പോൾ ഓക്കെ, ബൈ.